നമുക്കൊരു കല്യാണം കൂടാൻ പോയ വിശേഷങ്ങളായാലോ. നാട്ടിൽ വെക്കേഷൻ വരുന്ന ടൈമാണ് ഈ ഒരു മാരേജ് എന്ന് അറിഞ്ഞപ്പം മുതലേ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആവേശം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എനിക്ക് എസ്പെഷ്യലി, കാരണം എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ കല്യാണമായിരുന്നു. അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളായിരുന്നു ജോവി. എങ്ങനെയാണ് ആ റിലേഷൻ വന്നതെന്ന് വെച്ചാൽ പണ്ട് അത്രയ്ക്ക് പണ്ടല്ല കേട്ടോ, എന്നാലും 2023 കാനഡയിലോട്ട് സ്റ്റുഡൻ്റ് ആയിട്ട് പോകുന്ന ടൈമിൽ നമുക്ക് കാനഡയിൽ മുക്കുമൂലി അറിയാതിരുന്നൊരു കാലമാണല്ലോ. അപ്പം നമുക്ക് ചുറ്റും സന്തോഷത്തിലും സങ്കടത്തിലുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട് എനിക്കവിടെ. അപ്പം അങ്ങനെ എൻ്റെ വിരലിൽ എണ്ണാൻ പറ്റാവുന്ന അത്ര മാത്രം ഉള്ളതിൽ ഒരാളാണ് ജോവി. സോ ആ ബോണ്ട് ഒരു സ്പെഷ്യലാണ്. സോ പിന്നെ അർജു കൂടി വന്നപ്പോൾ അതെല്ലാം കൂടി ഒരു ഫാമിലി ബോണ്ടായി. ഈവൻ ജോവിയുടെ അലക്സിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് കല്യാണത്തിന് പോയപ്പോൾ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുമോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആ ബോണ്ട് എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ കല്യാണം അങ്ങ് കോട്ടയത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊച്ചിയിൽ ഞങ്ങളുടെ ഫ്രണ്ട് ഷിബിയൻ ശ്രേയ അവരുടെ ഫ്ലാറ്റിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അവിടുന്ന് ഒരു 1.5 hours ഡ്രൈവ് കോട്ടയത്തേ ഉള്ളൂ എന്നറിയുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് റെഡി ആയിട്ട് പോകാമെന്നങ്ങ് തീരുമാനിച്ചു. കല്യാണത്തിൻ്റെ ടൈം പള്ളിയിലെത്താൻ പറ്റില്ല എന്നറിയാൻ റെഡി ആയിട്ട്, അതുകൊണ്ട് നേരെ ഞങ്ങൾ റിസപ്ഷൻ ഹാളിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങളൊരു 1.5 hours ഡ്രൈവ് കഴിഞ്ഞ് നേരെ അവിടെ എത്തി. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും എല്ലാവരും പള്ളിയിൽ നിന്ന് ചടങ്ങൊക്കെ കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ കയറി ചെന്നപ്പോഴേക്കും അവിടെ വെൽക്കം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ അകത്ത് കയറി ഇരുന്നു. കാരണം ജോവിയും അലക്സും വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ആവുമെന്ന് മനസ്സിലായി. അപ്പോൾ അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവർ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അതിൻ്റേതായ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ അവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പോഴത്തേ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ അലക്സും ജോവിയും വന്നു. അടിപൊളി ഒരു എൻട്രി തന്നെയായിരുന്നു അവരുടേത്. അത് കഴിഞ്ഞവർ നേരെ പോയി അവിടെ സ്റ്റേജിൽ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു വന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്തു. കാരണം അവർ സ്റ്റേജിൽ കയറിയതിന് ശേഷമല്ലേ ഞങ്ങൾക്ക് അവരെ കാണാൻ വേണ്ടിയിട്ട് വിഷ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റേജിൽ കയറി അവരെ കണ്ടു, ഗിഫ്റ്റൊക്കെ കൊടുത്ത് ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞ് പിന്നെ നേരെ നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടന്നു. കാരണം അവർക്ക് സെക്കൻഡ് ഡ്രസ് ചേഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ അധികം വെയിറ്റ് ചെയ്ത് ലേറ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങളുടെ പരിപാടിയായ ഫുഡ് അടിയിലോട്ടേക്ക് അങ്ങനെ കിടന്നു. അങ്ങനെ നല്ല അടിപൊളി ബുഫേ ആയിരുന്നു. അപ്പം, ചിക്കൻ ഫ്രൈ, മട്ടൻ കറി, ബീഫ് ഫ്രൈ, ബിരിയാണി, അങ്ങനെ ഒരു കിടിലൻ ബുഫേ തന്നെയായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഡെസേർട്ട് ഇല്ലാതെ നമുക്ക് ഫുഡ് അടി കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നല്ലൊരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫേവറേറ്റ് വാനില ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് വാനില ഐസ്ക്രീം മാത്രം കഴിച്ചു. അങ്ങനെ മനസ്സും വയറും നിറഞ്ഞ ഒരു അടിപൊളി കല്യാണമായിരുന്നു അത്. ജോവി ഇനി കാനഡയിൽ വരില്ല, കാനഡയിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നറിയെങ്കിലും ഐ എം സോ ഹാപ്പി ഫോർ ഹർ. ഷി ഗോട്ട് ദ ബെസ്റ്റ് പാർട്ട്ണർ ടു ലിവ് ദ റെസ്റ്റ് ഓഫ് ദ ലൈഫ്. ആൻഡ് അവളൊരു അടിപൊളി ലൈഫ് ഓസ്ട്രേലിയയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് എല്ലാ വിഷസും നേരുന്നു. സോ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു.